ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദിലുവിൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ സ്കൂൾ തുറന്ന് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് സ്കൂളിൽ പോയി തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ബഹ്റൈനായതുകൊണ്ട് തന്നെ അപ്പോഴാണ് സ്കൂളിൽ പോയി തുടങ്ങിയത്. അപ്പം ഇപ്പം പോസ്റ്റ് ചെയ്തത് 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാന്നേ ഉള്ളൂ. അപ്പോൾ സ്കൂൾ തുറന്നിട്ട് ഒരു ജൂലൈ 15-ാം തീയതിയാണെന്ന് തോന്നി വീഡിയോ എടുത്തത്. അപ്പോൾ അന്നെങ്ങാണ്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്ന് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പം ഇന്ന് ഗാലറി തപ്പപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. അങ്ങനെ ഞാൻ രാവിലെ എണീച്ചതിന് നോട്ട്സാണ് ഫസ്റ്റ് എഴുതി. നോട്ട്സൊക്കെ എഴുതിയിട്ടാണ് പിന്നെ പോയി ഇൻട്രോ എടുത്തത്. അതാണ് 2 കോലം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഞാൻ രാവിലെ ഓർക്കിപ്പിച്ച് എണീച്ചിരുന്നിട്ടൊക്കെയാണ് കേട്ടോ നോട്ട്സ് ഇരുന്ന് എഴുതിയത്. ഹിസ്റ്ററി ആയിരുന്നതാണ് എൻ്റെ നിഗമനം. അപ്പോൾ ഹിസ്റ്ററി എങ്ങാണ്ടായിരുന്നു ഇരുന്ന് എഴുതിയത്. ഫസ്റ്റ് പേജ് എങ്ങാണ്ട് ഇരുന്ന് എഴുതുമായിരുന്നു എൻ്റെ തോന്നൽ കേട്ടോ. ഫസ്റ്റ് പേജ് എങ്ങാണ്ടായിരുന്നു ഇരുന്ന് ഞാൻ എഴുതിയത്. അങ്ങനെ അത് എഴുതി പിന്നെ ഞാൻ അടച്ചു വെച്ചിട്ടോ. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇതിൽ പള്ളിയിൽ പോയിക്കുമായിരുന്നു കേട്ടോ. ഇതിൽ രാവിലെ തന്നെ പള്ളിയിൽ പോയി. അവളുടെ ഫസ്റ്റ് ഡേ ഓഫ് പള്ളി തന്നെയായിരുന്നു ഇന്നും. അപ്പം ഞാൻ എഴുതിയൊക്കെ കഴിഞ്ഞ് ബുക്കൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ച് ഞാൻ പോയി പോയി ബുക്കൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ട് ഞാൻ നേരെ കുളിക്കാൻ കേട്ടോ പോയത്. അപ്പം ഈ യൂണിഫോമൊക്കെ എടുത്ത് കട്ടിലിട്ട് എന്തോ ഒരു ടൈപ്പ് വീഡിയോക്കാണ് ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് അപ്പം പിന്നെ എന്തെങ്കിലും കിടന്ന് വളവള ചലയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോയി ഒരുങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് ദില് വന്നായിരുന്നു. ദില് മഞ്ഞക്കിളിയായിട്ടാണ് പോയത്. അങ്ങനെ പോയിട്ട് വന്നിട്ട് ചെരുപ്പൊക്കെ എടുത്ത് എങ്ങോട്ടൊക്കെയോ എടുത്ത് എറിഞ്ഞ്. അങ്ങനെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് പിന്നെ വാച്ച് ആദ്യമേ ഒരു ബ്ലാക്ക് പോലത്തെ വാച്ചാണ് ഇട്ടത്. പക്ഷെ അത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഓടുന്നില്ലായിരുന്നു. നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചു തോന്നുന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്തോത്തിനോ ടൈം നോക്കിയപ്പോഴാണ് അത് ഓടുന്നില്ലെന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിയത്. എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ സ്ഥിരം ഇടുന്ന വാച്ച് തന്നെ എടുത്തിട്ട് എന്നിട്ട് ഞാൻ നേരെ കഴിക്കാൻ കേട്ടോ പോയത്. അപ്പം ചപ്പാത്തിയും പിന്നെ ന്യൂട്രല്ല പോലത്തെ ഒരു സംഭവം, ശരിക്കും ന്യൂട്രല്ല പോലെ ഒരു ചോക്ലേറ്റ് ആയിരുന്നു. അങ്ങനെ എന്തൊരു സ്പ്രെഡായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. പിന്നെ പഴം പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡിന് സൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത്, ചപ്പാത്തിയും പഴവും. ദിലുവും പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്ന് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോയത്. കാരണം അവളുടെ യൂണിഫോം തയ്ച്ചിട്ട് കിട്ടിയില്ലായിരുന്നു, തയ്ക്കാൻ കൊടുത്തിട്ട് കേട്ടോ. അപ്പം ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ ഇന്ന് യൂണിഫോം ഇട്ടുകൊണ്ടൊക്കെയാണ് പോയത്. അവൾ എന്തൊക്കെയൊരു എക്സ്പ്രഷൻസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സ് പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഷോർട്ട് വീഡിയോ പോലെ സൈസിൽ വെച്ച് എടുത്തായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പം ചോറും തോരനും ചമ്മന്തിയും മാങ്ങാച്ചാറും പിന്നെ നമ്മുടെ മുട്ട വറുത്തതെല്ലാം വെച്ചിട്ട് നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയായി. നമ്മുടെ സ്നാക്സ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന സാധനമായിരുന്നു കേട്ടോ. ചപ്പാത്തിയും ന്യൂട്രല്ല എല്ലാ സംഭവത്തിനും സ്പ്രെഡും. അങ്ങനെ ഞാൻ ഒരുങ്ങി പിന്നെ ധൃതി പിടിച്ച് വണ്ടി ഒന്നുകൊണ്ട് തന്നെ വണ്ടി വരാറായിരുന്നു. പിന്നെ ധൃതി പിടിച്ച് പോയതാണ്. പിന്നെ അപ്പം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ ഞാൻ പോയിട്ട് ഒരു 5-10 മിനിറ്റിന് അകം തന്നെ ദിലു ഇറങ്ങിയായിരുന്നു കേട്ടോ. അവൾക്ക് ഒപ്പം തന്നെ ബസ് വരും. ഞാനൊരു 8:45 പോയത്. ദിലുവിന് 9 മണിയൊക്കെ ആയപ്പോഴായിരുന്നു കേട്ടോ അവൾക്ക് ബസ്. അപ്പം അവൾ ആടിപ്പാടി പോയി. ഉമ്മയായിരുന്നു കേട്ടോ വീട്ടെടുത്തത്. ഉമ്മയായിരുന്നു അവളെ കൊണ്ടാക്കാൻ പോയത്. അപ്പം കണ്ടോ നല്ലൊക്കെ മഴ പെയ്തുകൂടെ മൊത്തവും കരിയിലായിട്ട് കിടക്കുമായിരുന്നു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ അവൾ പപ്പായൊക്കെ വിളിച്ച് കാണിക്കുവാണ്. പപ്പ കടയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വിളിച്ചിട്ട് എന്തൊക്കെയോ അവിടെ സംസാരിച്ച് പറയുമായിരുന്നു. പിന്നെ അവിടെ പോയി കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ രാവിലെ സ്കൂളിൽ പോയ ധൃതിയിലൊക്കെ ചെറിയ മിക്കൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.